ആലപ്പുഴയിലെ കൈനകരിയിലെ കുമരകത്തെയൊക്കെ ആളുകൾക്ക് വള്ളംകളി എന്നാൽ അവരുടെ ജീവിതം കൂടിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കൈനകരിയിൽ നിന്ന് BBC യുടെ തുഴച്ചിലുകാർ അവരുടെ വീയപുരം ചുണ്ടലിൽ കയറി അവരുടെ മത്സരത്തിനായി പോയി കഴിഞ്ഞു. പക്ഷേ അപ്പോഴും അവർ മത്സരിക്കാൻ വേണ്ടി പരിശീലിച്ച ഈ ആനാരി ചുണ്ടലിൽ അവരുടെ അടുത്ത തലമുറ, അവരുടെ പിൻതലമുറക്കാർ തുഴയുന്നത് നമുക്ക് കാണാൻ അത്രത്തോളം ജീവിതത്തോട് അടുത്തു നിൽക്കുകയാണ് ഈ മനുഷ്യർക്ക് വള്ളംകളി എന്നുള്ളത്. വലിയ ആവേശത്തോടു കൂടി ഈ കുട്ടികൾ അവരുടെ ഒരുപക്ഷെ ഈ ഇവിടുത്തെ ആളുകൾക്ക് ഒരുപക്ഷെ വലിയ തരത്തിൽ അടുത്ത കുട്ടികൾ ഇതിലേക്ക് നയിക്കാനുള്ള ഒരു രീതി കൂടിയാണ്. അതിൽ ഇവരോട് നമുക്ക് ചോദിച്ചു നോക്കാം. മക്കളെ, എടാ എങ്ങനെയുണ്ട് വള്ളംകളിയാണോ? വള്ളംകളി ഇഷ്ടമാണോ? പിന്നെ ആര് കപ്പടിക്കും? വില്ലേജ് നമ്മളവരാണ്, അവര് കപ്പടിച്ചിരിക്കും പ്രാവശ്യം. ഉറപ്പാണോ? ഉറപ്പ്. കഴിഞ്ഞ തവണ എന്ത് പറ്റി? വിഷമമായി പോയാ? 5 മൈക്രോ സെക്കൻഡിൽ തോറ്റു പോയതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ കപ്പടിച്ചിരിക്കും. ഉറപ്പ്. നീ പറ, വള്ളംകളി ഇഷ്ടമാണോ? ഇഷ്ടമാണ്, വള്ളംകളി ഇഷ്ടമാണ്. എന്നിട്ട് ഇപ്പൊ ഇവരുടെ പരിശീലനമൊക്കെ കണ്ടിരുന്നോ? കണ്ടിരുന്നു. കപ്പടിക്കുവോ? കപ്പടിക്കും. ഉറപ്പാണ്. ഉറപ്പാണ്. ഇങ്ങനെ ഈ പ്രായ വ്യത്യാസമില്ലാതെ ഈ മനുഷ്യർ ഇവരുടെ അടുത്ത തലമുറ മൊത്തവും ഇതിനു വേണ്ടി, അതായത് ഈ വള്ളംകളി എന്ന് പറയപ്പെടുന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്താ പേരെന്താ? പ്രാവശ്യം ഇഷ്ടമാണോ? തൊടയാൻ ഇഷ്ടമാണോ? ഏറ്റവും ഇഷ്ടപ്പെട്ട ചുണ്ടൻ വള്ളം ഏതാ? ഒരു ആനാരി. എന്താ ഇഷ്ടപ്പെടാൻ കാരണം? ജയിക്കണമുണ്ടാ? ഇത്തവണ ജയിക്കുവോ? എന്തായി? വെള്ളം തൊടയാൻ ഇഷ്ടമാണോ? ഇനി മാത്രമേ ഉള്ള തുടഞ്ഞോ? ഇത് തന്നെയാണ് നമുക്ക് ഇവിടുത്തെ ഓരോ സ്ഥലത്തും ഓരോ പ്രദേശത്തും കാണാൻ കഴിയുന്നത്. കാരണം ഇവരുടെ ജീവിതത്തിന്റെ സംസ്കാരത്തിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള വള്ളംകളിയെ അടുത്ത തലമുറയിൽ കൂടി ചേർത്ത് വയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഇവിടുത്തെ മനുഷ്യർ.